നമസ്കാരം. ഈ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നടത്താൻ പോകുന്ന ഒരു ശുചീകരണ യജ്ഞം പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ദിവ്യ എസ് അയ്യരുടെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. കാണേണ്ടതാണ്. ആർക്കും ശുചീകരിക്കണമെന്ന് ഒരു പക്ഷേ തോന്നിപ്പോകും. കാര്യം വെറുതെ വന്ന ആംഗ്രിയൊക്കെ അല്ല, സ്വന്തം ഓഫീസ് തന്നെ ഓഫീസിലെ ജീവനക്കാരോടൊപ്പം ശുചീകരിക്കാൻ വേണ്ടി ദിവ്യ എസ് അയ്യർ അങ്ങ് ഇറങ്ങി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി പങ്കുവെക്കുമ്പോൾ കാഴ്ചക്കാർക്ക് പോലും ഒരുപക്ഷെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല, അവരിൽ ഒരാളായി നിന്ന് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി പ്രചോദനം വാരി വിതറുന്ന ഒരു വീഡിയോ ആണെന്ന് പറയേണ്ടി വരികയാണ്. മാറ്റത്തിനായി നമുക്കും ഒരു നാൾ മാറ്റിവെക്കാം. ജനകീയ ശുചീകരണ യജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകേണ്ടതായിട്ടുണ്ട്. എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച നമുക്ക് പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതിൽ പങ്കുചേരാം. എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച വിദ്യാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും നമുക്ക് ശുചീകരിക്കാം. മാലിന്യമുക്ത നവകേരളം നമുക്ക് ഒത്തൊരുമിച്ച് സൃഷ്ടിക്കാം. കണ്ടില്ലേ, ഈ മാസം 22-ാം തീയതി എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച അവരവരുടെ ഓഫീസുകൾ ശുചീകരിക്കാൻ എല്ലാ ജീവനക്കാരും, ഒപ്പം സ്കൂളും മറ്റ് പരിസര പ്രദേശങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ശുചീകരിക്കാൻ പൊതുജനം ഒന്നാകെ ഇറങ്ങുമ്പോൾ കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള സർക്കാരിന്റെ യജ്ഞം അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതി അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്കാകെ വലിയ പ്രചോദനം നൽകുന്ന വീഡിയോ ആണെന്ന് പറയേണ്ടി വരികയാണ്. അതായത് നമ്മളൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. മാലിന്യം ഈ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക, അതിനൊരു സിസ്റ്റം കൊണ്ടുവരിക. അതൊരു സർക്കാർ മാത്രം വിചാരിച്ചാലല്ല, പൊതുജനങ്ങൾ കൂടി അതിന്റെ ഭാഗമായാലും ഓരോ മേഖലയിലുള്ളവർ അവരുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്താൽ മാത്രമേ അതിന് ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ. ആ നിലയ്ക്ക് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ചുമതലക്കാരി കൂടിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ IAS തന്റെ ഓഫീസിൽ തന്നെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ ഓഫീസ് വൃത്തിയാക്കിക്കൊണ്ട് ഒരു സന്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അത് ഏറ്റെടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകും. അത് വളരെ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ളവരോട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനപ്പുറം ഞങ്ങൾ തന്നെ ചെയ്ത് മാതൃക കാട്ടിയിട്ട് നിങ്ങൾ കൂടി അതിന്റെ ഭാഗമാകൂ എന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രചോദനമാകും. മറ്റുള്ളവർക്ക് കൂടി അത് ചെയ്യണമെന്ന് തോന്നും. കാര്യം നിർദ്ദേശങ്ങൾക്കപ്പുറം അത് അവരുടെ ഭാഗമായി നിന്ന് ചെയ്ത് ഒരു മാതൃക കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു പദ്ധതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണം നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് ചിത്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ വീഡിയോ അതുണ്ടാക്കുന്നത് ഒരു വലിയ ഇമ്പാക്റ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ സ്വയം ചിത്രീകരിച്ച് അതിന് പ്രതികരണവും കൊടുത്ത് സ്വന്തം ഇൻസ്റ്റാ പേജിൽ ഇട്ടതോടുകൂടി അത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിക്ക് ദിവ്യ എസ് അയ്യർ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതേ.